എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഴദൂരം മുമ്പിലെ ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന നമുക്കൊരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു കഥയാണ്. ഏതായാലും അലീന ഇങ്ങനെ സ്റ്റാൻലിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടെന്ന് ഔതുക്കുട്ടിച്ചായൻ അറിയുവാണ്. ഔതുക്കുട്ടിച്ചായൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ പപ്പയാണ്. അപ്പം ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിലാണ് വീട്ടിൽ നിന്ന് പോരുന്നത്. അലീനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കി വിടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. കാരണം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ലാലിച്ച നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുത് എന്ന്. ഏതായാലും ഇറക്കി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവിടുന്ന് വരുന്നു. വന്നിറങ്ങുമ്പം തന്നെ ആൻ്റപ്പനെ കാണുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട് അവനകത്തുണ്ടോ എന്ന്. ഉണ്ട് എന്ന് പറയുമ്പം ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഇത്തിരി ദേഷ്യത്തിലാട്ടോ കയറിപ്പോരുന്നത്. അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പം എന്നത്തെയും പോലെ തന്നെ സ്റ്റാൻലി മദ്യപിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. നേരം നീ രാവിലെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല അപ്പച്ചൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് അപ്പച്ചന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചതാന്ന് പറയുമ്പോൾ നീ എനിക്ക് വേണ്ടി ഒന്നും ഒരുക്കി വെക്കേണ്ട എന്ന് പറയുന്നു. ഭയങ്കര ദേഷ്യത്തിലാണ്. അന്നേരം അപ്പച്ച ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള മദ്യമാണ്, ഞാനിത് ഫ്രാൻസിൽ നിന്ന് വരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡും പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കും കേട്ടോ. ലാസ്റ്റ് ഞാൻ വെള്ളം ഒഴിക്കാതെ എങ്ങനെയാടാ കഴിക്കുന്നത് എന്ന് ചോദിച്ച് ഒരു പെഗ്ഗിൽ വെള്ളം ഒഴിച്ച് കഴിക്കും. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്തിനാ ലാലിച്ച നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇതിപ്പം നിൻ്റെ ഭാര്യയോ മക്കളോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുകയില്ലേ, അതുകൊണ്ട് ഇരു ചെവി അറിയാതെ നമുക്ക് അവളെ ഇവിടുന്ന് നാട് കടത്തണമെന്ന് പറയും. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് അങ്ങനെ നാട് കടത്താനല്ലല്ലോ ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. അന്നേരം അപ്പച്ചൻ പറയുവാണ് എടാ നാട് കടത്തണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ പുനലൂർക്ക് പോകുമ്പോൾ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോളാണെന്നോ അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഏതെങ്കിലും ആൾക്കാരുടെ മോളാണോ എന്നൊക്കെ പറയാം. അതിനുശേഷം അവൾക്ക് വിവാഹപ്രായമായി എന്നല്ലേ പറഞ്ഞത്, ഏതെങ്കിലും ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് അങ്ങ് വിവാഹം കഴിപ്പിച്ച് വിട്ടേക്കണം, അപ്പോൾ പ്രശ്നം തീരുമല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല എന്ന്. അന്നേരം നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകിയല്ല, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നിട്ട് ഇതിന് തീരുമാനമാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അന്നേരം അപ്പച്ചൻ ഇന്ന് പോകണ്ട എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. അന്നേരം അതൊന്നുമില്ല, എനിക്ക് അവിടെ ചെന്നിട്ട് വേറെ കാര്യങ്ങളുള്ളതാണ്, ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോഴേ ഇവിടുന്ന് പോകും, ഇവിടെ നിൽക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെയാണ് അപ്പച്ചൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോരുന്നു. കൂടെ സ്റ്റാൻലിയും എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. അലീനയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പം അലീന റൂമിലില്ല. അത് കഴിഞ്ഞ് ആൻ്റപ്പനോട് പറഞ്ഞു കഴിയുമ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് ഓടി എത്തുന്നുണ്ട്. അങ്ങനെ ഓടി വന്ന് അവിടെ നിൽക്കുന്ന അലീനെ കണ്ടു കഴിയുമ്പോഴേക്കും അപ്പച്ചനാകെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അലീനയ്ക്ക് ശരിക്കും അമ്മച്ചിയുടെ ഷേപ്പാണ് എന്ന് സ്റ്റാൻലി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അപ്പച്ചൻ ഒരുപാട് വർഷങ്ങൾ ബാക്കിലോട്ട് പോകുന്നു. മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ അതേ ഷേപ്പിൽ അലീന നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങ് കോരിത്തെരിച്ച് പോവാണ് അപ്പച്ചൻ. അപ്പച്ചന് ഭയങ്കര ഇഷ്ടം തോന്നുവാണ് അലീനയോട്. അന്നേരം അലീനയോട് സ്റ്റാൻലി പറയും ഇത് എൻ്റെ അപ്പച്ചനാട്ടോ എന്ന്. അന്നേരം കുറച്ച് നേരം നോക്കി നിന്നിട്ട് അലീന അപ്പച്ചൻ്റെ പേരെന്നാ എന്ന് ചോദിക്കും. പേരെന്താണ് എന്ന് പറയാൻ പോലും ഔതുക്കുട്ടിച്ചായൻ മറന്നുപോകും. അതുപോലും സ്റ്റാൻലിയാണ് പരിചയപ്പെടുത്തുന്നത്. കൊട്ടാരമറ്റത്തിൽ ഔതുക്കുട്ടി എന്നാണ് പേര് എന്ന്. ഔതുക്കുട്ടിച്ചായ എന്ന് എല്ലാവരും വിളിക്കും എന്ന് പറയുമ്പോൾ അതാ എൻ്റെ പേര് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ കണ്ണും പിഴിച്ച് നോക്കി നിൽക്കുവാണ് അലീനെ ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പച്ചന്. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറയും ഏതായാലും നിങ്ങൾ സംസാരിക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് പോവും. പോയി കഴിയുമ്പോഴും ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണേ അപ്പച്ചൻ. അന്നേരം അപ്പച്ചനോട് അലീന പറയുന്നുണ്ട് വല്യപ്പച്ചൻ എന്തെങ്കിലും പറ, ഇനിയിപ്പം എന്ത് പറഞ്ഞാലും പോകാൻ റെഡിയായി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണോ എന്ന് പറയുമ്പോൾ അത് തന്നെയാടി കൊച്ച് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി തന്നെയാണ് വല്യപ്പച്ചൻ വന്നത് എന്ന് എനിക്കറിയാം, ഏതായാലും ഇവിടെ താമസിക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല, എൻ്റെ രീതികളുമായിട്ട് യോജിച്ചു പോകാത്തൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുവാണേ. അന്നേരം അത് കേൾക്കുന്ന അപ്പച്ചൻ പറയും അങ്ങനെയൊന്നുമില്ല, മോൾ ഇവിടെ വന്നിരുന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അപ്പച്ചൻ എന്നെ മോളേന്ന് ഒന്നും വിളിച്ച് സംസാരിക്കണ്ട, അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല എന്ന്. അന്നേരം നീ പോകണമെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയല്ലേ വന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ തീരുമാനങ്ങളല്ലേ അതെപ്പോൾ വേണമെങ്കിലും മാറാലോ, അതെവിടെ എഴുതി കൊടുത്തേക്കുന്ന മുദ്രപത്രത്തിലൊന്നും എഴുതി കൊടുത്തേക്കുന്ന സാധനമല്ലല്ലോ എന്നൊക്കെ പറയും. ഏതായാലും അലീനെ പിടിച്ച് അടുത്തിരുത്തും, കുറേ സംസാരിക്കും. ലാലിച്ചൻ്റെ സ്റ്റാൻലിയുടെ പഴയ കാലത്തെ സ്വഭാവത്തെ പറ്റിയും ഇത്തിരി കർക്കശക്കാരനാണ് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നു. അന്നേരം അലീനയും അതിനൊപ്പം ഇരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പച്ചൻ എന്താ കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് കുടിക്കാൻ വേണ്ടി അവൻ ഇച്ചിരി സാധനങ്ങളൊക്കെ തന്നായിരുന്നു, എങ്കിലും മോളൊരു ചായ ഇട്ട് തരാൻ പറയുന്നു. അങ്ങനെ അലീനെ കൂട്ടി അടുക്കളയിൽ ചെല്ലും. അലീന ചായ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് എൻ്റെ ഭാര്യ ഇട്ട് തരുന്ന പോലത്തെ തന്നെ ചായ ആണല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതുപോലത്തെ ചായ എനിക്ക് എപ്പോഴും
ഇട്ട് തന്നെ കേട്ടോടാ പൗലോസേ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, എത്രയാണ് കടുപ്പ് ഇടുന്നതെന്നൊക്കെ മോളോട് ചോദിച്ച് പഠിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അലീനെ കണ്ട് ഫ്ലാറ്റായി നമ്മുടെ അപ്പച്ചൻ ഇപ്പം അലീനെ അവിടുന്ന് പോകുകയും വേണ്ട, അലീനെ ആരും മോശമായിട്ട് പറയുന്നതും ഒന്നും ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ അപ്പച്ചൻ അലീനോട് പറയുന്നുണ്ട്, സ്റ്റാൻലിക്ക് ഏതായാലും നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, നിന്നെ കാണുപോലും ചെയ്യാതെ അവൻ എങ്ങനെയാണ് ഇത്രയും സ്നേഹിച്ചത് എന്ന് എനിക്ക് അതിശയം തോന്നുവാണ് എന്ന് പറയുമ്പോൾ, ഓ അത്രയ്ക്ക് സ്നേഹമൊന്നും ഇല്ല എന്ന് അലീന പറയും. അന്നേരം അങ്ങനെയൊന്നും അല്ല, ഞാൻ നിൻ്റെ മുറി കണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും അല്ല ആ മുറി കിടന്നത്, അവൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ മുറിയിൽ അത്രയും സൗകര്യങ്ങളൊക്കെ അവൻ ഒരുക്കിയേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാൻലി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് സ്റ്റാൻലിയോട് പറയുവാണ്, എടാ നീ ആ കൊച്ചിനെ കുറച്ചുകൂടെ നന്നായിട്ട് സ്നേഹിക്കണം കേട്ടോ, അതിൻ്റേതായ ചില പരിഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയും. അന്നേരം ഇങ്ങനെയൊന്നും അല്ലല്ലോ അപ്പച്ചൻ നേരത്തെ പറഞ്ഞത്, ഇവിടുന്ന് അവളെ നാട് കടത്തണം എന്ന് പറഞ്ഞല്ലേ ആദ്യമേ വന്നത്, എന്നിട്ട് ഇപ്പോൾ അഭിപ്രായം മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ നാട് കടത്താനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, പതിയെ മതി എന്ന് പറയും. അന്നേരം അങ്ങനെ പതിയെ മതിയോ, അപ്പച്ചൻ ഇപ്പോൾ തന്നെ തിരിച്ചു പോകണ്ടേ, അങ്ങ് പുനലൂർ എന്നിട്ട് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു, ഞാൻ നാളെ പോകുന്നുള്ളൂ, ഇവിടുന്ന് ഇപ്പോൾ പോകുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഒരു കുഴപ്പമില്ല എന്ന് പറയും. എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, എടാ നീ ആ കൊച്ചിനെ ശ്രദ്ധിച്ചോ, നിൻ്റെ അമ്മച്ചിയുടെ അതേ രൂപം, ഭാവം, സംസാരം, രീതി എല്ലാം അതുപോലെ തന്നെയാണ്, എനിക്ക് അവളോട് സംസാരിച്ച് തീർന്നില്ല, അതുകൊണ്ട് ഞാൻ പോയി അവളോട് കുറച്ച് നേരം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പം സ്റ്റാൻലി മനസ്സിൽ ഓർക്കുന്നുണ്ട്, അപ്പച്ചൻ ഇന്നും പോകില്ല, നാളെയും പോകില്ല, മറ്റന്നാളും പോകില്ല, അപ്പച്ചനെ എനിക്കറിയത്തില്ലേ എന്ന്. ഏതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവധക്കുട്ടി ചായന അലീനെ. സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു അനാഥ പെൺകുട്ടി എന്നുള്ള രീതി മനസ്സിൽ വെച്ചാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ അവൾ അങ്ങനെയൊന്നും അല്ലടാ, അവൾ നല്ല മിടുക്കി പെൺകൊച്ചാടാ എന്നൊക്കെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. ഏതായാലും അപ്പച്ചൻ ഇനി തൊട്ട് അലീനയുടെ കൂടെയാണ്. അലീനയ്ക്ക് വേണ്ടി ആൾക്കാരോട് പൊരുതുന്ന ഒരു പോരാളിയെ പോലെ എപ്പോഴും അലീനയുടെ കൂടെ ഇനി അവധക്കുട്ടി ചായനുണ്ട്. വല്ലപ്പോഴും സ്റ്റാൻലിയുടെ അടുത്ത് വന്നിട്ട് പോയിക്കൊണ്ടിരുന്ന അവധക്കുട്ടി ചായൻ ഇനി ഇവിടെ സ്റ്റാൻലിയുടെ വീട്ടിൽ സ്ഥിരതാമസമാകും. ഇടയ്ക്കൊന്ന് പുനലൂർ പോകും, പോയേക്കാൾ സ്പീഡിൽ തിരിച്ചു പോരുകയും ചെയ്യും. ഇനി എല്ലാവരുടെയും വീട്ടിൽ പോകുമ്പോഴും അലീനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോഴും ഒക്കെ അവധക്കുട്ടി ചായയും കൂടെയുണ്ട്. അത് ഇനി അലീനയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലൊരു ബലമാട്ടോ.